ഹായ് വെൽക്കം ബാക്ക്. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ളൊരു ചില്ലുകുപ്പിയുടെ ഒരു റീയൂസ് ഐഡിയ ആണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും ഉണ്ടാവും ഇതുപോലെ ഒരു കുപ്പി. ഈ ഒരു കുപ്പി എന്ന് പറയുമ്പോൾ ഞാനിത് റോസ് വാട്ടർ വാങ്ങിയ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഏത് കുപ്പിയായാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു ചില്ല് കുപ്പി എടുത്താൽ മതിയാവും. അപ്പം ഈ ഒരു ഷേപ്പിലുള്ള കുപ്പിയാണെങ്കിൽ വളരെ നന്നായിരിക്കും. മുകളിലോട്ട് വീതി കുറഞ്ഞിട്ട് താഴോട്ട് നല്ല വീതിയുള്ള കുപ്പി. ഇങ്ങനെയായി മിക്ക കുപ്പികളും ഇങ്ങനെയാണ്, എങ്കിലും ഈ ഒരു ഷേപ്പിലുള്ള കുപ്പി എടുത്താൽ നമുക്ക് പറ്റിയ രീതിയിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ, ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് 10 പൈസ പോലും ചിലവാകാതെ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണിത്. അപ്പം അതിനായിട്ട് കുപ്പിയുടെ കൂടെ വേണ്ടത് ഇതുപോലുള്ള ഗ്രീൻ റിബണാണ്. ഇത് സാറ്റിൻ റിബണാണ്. അപ്പം നമ്മൾ റിബൺ എടുക്കുന്ന സമയത്ത് തീരെ വീതി കുറഞ്ഞ റിബണായിരിക്കും നല്ലത്. ഇപ്പോൾ ചെറിയ കുപ്പിയാണല്ലോ, വലിയ കുപ്പിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല വീതിയുള്ളത് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ തീരെ ചെറിയ കുപ്പി ആയതുകൊണ്ട് ഇതിപ്പം എൻ്റെ കൈയുടെ പത്തിനേക്കാളും കുറച്ചും കൂടെ ഒരു നീളമേ ഉള്ളൂ ഈ ഒരു കുപ്പിക്ക്. അപ്പോൾ ഇതുപോലെ വീതി കുറഞ്ഞ റിബൺ എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അധികം വലിയ പീസ് വേണ്ട, നമ്മുടെ ഒരു 1.5 ഇഞ്ച് നീളത്തിലൊക്കെ ഉള്ള ഒരു പീസ് മതിയാവും. അപ്പം ഈ ഒരു അളവിലാണ് ഞാനിപ്പം ഇതെല്ലാം കട്ട് ചെയ്തെടുത്തത്. അപ്പം നമുക്കിപ്പോൾ ഒരു മീറ്ററോളം റിബൺ വേണ്ടി വരും കേട്ടോ ഇതിന്. അപ്പം ഗ്രീൻ കളർ തന്നെ വേണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയാൽ മതി. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും പിടിച്ച് മടക്കി കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ ഒന്നും കൂടെ കാണിക്കാം. ഇതാ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിതാ ഇങ്ങോട്ടും ഈ ഒരു ഭാഗത്തോട്ടും ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് കോണിച്ച് വെച്ചാൽ മതിയാവും. വേറെ ഒന്നുമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇതിലോട്ട് കുപ്പിയിലോട്ട് ഒട്ടിക്കുവാണ്. അപ്പോൾ നമുക്കിത് ആ കുപ്പിയുടെ ഒരു ഭാഗത്തിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു തുടങ്ങാം. ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ഒരു ഭംഗിയിൽ വേണം ഒട്ടിക്കാൻ. ഇപ്പം ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗൺ ഗ്ലൂ, അതായത് ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഒട്ടിക്കാൻ പറ്റിയ ഏത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. ഗൺ ഗ്ലൂ ആണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതാ താഴേക്ക് ഇങ്ങനെ കൂർത്തിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. കുറച്ചൊന്ന് ഇറക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. മുകളിലോട്ട് കയറി നിൽക്കരുത്, കുറച്ച് ഇറക്കിയിട്ട് താഴേട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. ഒട്ടിക്കുമ്പോൾ വൃത്തിക്ക് ഒട്ടിക്കണം. ഇതിപ്പോൾ ഇതാ ഒറ്റ ലെയർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്, താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുവാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ വെക്കുവാണെങ്കിൽ താഴോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറങ്ങിക്കിടക്കും. ആ രീതിയിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും വരി വരിയായിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. മുകൾ വരെ ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ കുറച്ച് വരുമെങ്കിൽ മുകളിലോട്ട് പോകും പെട്ടെന്ന് ഒട്ടിച്ച് കഴിയും. അപ്പോൾ അതായത് ഫുള്ള് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുപ്പിക്ക് ഈ ഒരു ഷേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്നൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയൊരു ഷോ പീസാണ് കേട്ടോ. ഇത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലതാണ് കുട്ടികൾക്ക്. അപ്പം കുട്ടികൾക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്മസ് ട്രീ ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഡെക്കറേഷൻ വർക്കുണ്ട്. അപ്പോൾ അതിനും നമ്മളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു സിൽവർ കളർ റിബൺ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് സിൽവർ തന്നെ വേണമെന്നില്ല കേട്ടോ. റെഡ് കളർ റിബൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് വേറെ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പം ജസ്റ്റ് ഒട്ടിച്ചതിന് ശേഷം ഒരു ഗൺ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഈ ഒരു ടോപ്പ് പൊസിഷനിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്യുവാണ്. പിന്നെ ഈ ടോപ്പ് പൊസിഷനിൽ ചെറിയ സ്റ്റാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ചെറുതൊക്കെ കാണുമല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഭാഗത്ത് നിന്ന് ഇളകിപ്പോയതൊക്കെ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ട്രീയിൽ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ വേണം. അപ്പം ഇതിപ്പോൾ ചെറിയൊരു കുപ്പിയുടെ ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെറിയ പേൾസ് എടുത്താൽ മതിയാവും. ഞാനിപ്പം ഒരു പൊട്ടിയ മാലയുടെ കുറച്ച് പേൾസ് ഒരു ബോട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വാങ്ങിച്ചതൊന്നുമല്ല, പല പല ഷേപ്പിലുള്ള പേളാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ആ മുത്തുകളൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെയാണ്. അപ്പോൾ ചെറിയ മുത്തുകൾ ഒട്ടിക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു ട്രീയേക്കാളും വലിയ മുത്തുകളൊന്നും കൊണ്ട് ഒട്ടിക്കരുത്, ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ എന്താ ഇത്രയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കുഞ്ഞു കുഞ്ഞു സ്റ്റാറിൻ്റെ മുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ സ്റ്റാറിൻ്റെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ ക്രിസ്മസ് ട്രീ, ഒരു ഷോ പീസായിട്ട് വെക്കാൻ പറ്റിയ ചെറിയൊരു ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.